ചില ക്ഷേത്രങ്ങൾ അവിടുത്തെ ആചാരങ്ങളിലും വഴിപാടുകളിലുമെല്ലാം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ക്ഷേത്രങ്ങളാൽ സമ്പന്നമായ കേരളക്കരയിലെ മറ്റൊരു ക്ഷേത്രവിശേഷവുമായി ഇനി ദീപാരാധന കാഴ്ച കണ്ടു മടങ്ങാം. ശ്രീകൃഷ്ണ പരമാത്മാവ് ഇഷ്ടവര പ്രദായകനായി ഇരുന്നരുളുന്ന ദേവസന്നിധി. പൊന്നോട കുഴലും മയിൽപ്പീലിക്കണ്ണും നെഞ്ചേറ്റിയ ഭക്തജന ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ പാഞ്ചജന്യം മുഴക്കി ഒരു ഗ്രാമത്തിന്റെ ചൈതന്യ വിശേഷമാവുകയാണ് ഇവിടെ ഗോകുല നായകനായ കാർവർണ്ണൻ. കോട്ടയം ജില്ലയിൽ തിരുവാർപ്പ് പഞ്ചായത്തിലാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി കുടികൊള്ളുന്നത്. ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ ആദ്യമായി പള്ളിയുണരുന്ന ദേവനാണ് തിരുവാർപ്പിലെ ശ്രീകൃഷ്ണസ്വാമി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതുതന്നെ. പുലർച്ചെ 2 മണിക്കാണ് ഇവിടെ ദേവനെ പള്ളിയുണർത്തൽ നടക്കുന്നത്. പൂജാതി കാര്യങ്ങളിലും ആരാധനയിലും ഏറെ പ്രത്യേകത ഈ ദേവസങ്കേതത്തിലെ മറ്റ് സവിശേഷതകളാണ്. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ഐതിഹ്യങ്ങളാണ് പ്രചാരത്തിലുള്ളത്. ദേശവാസികളും പഴമക്കാരും ഏറെ വിശ്വസിച്ചു വരുന്ന ഐതിഹ്യങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ്. പഞ്ചപാണ്ഡവന്മാർ തങ്ങളുടെ അജ്ഞാതവാസകാലത്ത് പാഞ്ചാലിയുമായി അല്പകാലം ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് കിഴക്കുഭാഗത്തുള്ള ചാരമംഗലം എന്ന സ്ഥലത്തെത്തുകയും കുറച്ചുകാലം അവിടെ താമസിക്കുകയും ചെയ്തു. ഇവിടെ വച്ച് പാഞ്ചാലി പൂജിച്ചു വന്ന ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ഇന്നത്തെ തിരുവാർപ്പിൽ ഭക്തർക്ക് ദർശനഭാഗ്യമരുളുന്നതെന്നാണ് വിശ്വാസം. ചാരമംഗലത്തു നിന്നും പഞ്ചപാണ്ഡവർ യാത്ര തുടർന്നപ്പോൾ പാഞ്ചാലിയുടെ പൂജാവിഗ്രഹമായ ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു. സമ്പന്നമായ ആ ഗ്രാമം കാലാന്തരത്തിൽ ദരിദ്രമാവുകയും കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രത്തിൽ നിത്യനിദാനത്തിനു തന്നെ വകയില്ലാതാവുകയും ചെയ്തു. ഒരു ദിവസം അത്താഴ പൂജയ്ക്ക് വന്ന ശാന്തിക്കാരന്റെ സങ്കടം കണ്ട ഭഗവാൻ ഇങ്ങനെ പറയുന്നതായി ആ സാധു ബ്രാഹ്മണന് തോന്നി. ഭക്ത, എന്റെ വിഗ്രഹം ഒരു ഉരുളിയിൽ വെച്ച് വേമ്പനാട്ട് കായലിൽ ഒഴുക്കുക. ഉചിതമായ സ്ഥലത്ത് ഞാൻ ചെന്ന് കുടികൊള്ളാം. ദേവഹിതമറിഞ്ഞ ശാന്തിക്കാരൻ അപ്രകാരം ചെയ്തു. വളരെ കാലം ഈ വിഗ്രഹം വേമ്പനാട്ട് കായലിൽ ജലാധിവാസം നടത്തിക്കഴിഞ്ഞു. ഒരിക്കൽ തന്ത്രവിദഗ്ധനും മഹാമാന്ത്രികനും ചതുർശാസ്ത്ര പണ്ഡിതനുമായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് തിരുവനന്തപുരത്തു നിന്നും വേമ്പനാട്ട് കായൽ വഴി തന്റെ സ്വദേശത്തേക്ക് പോകവേ തിരുവാർപ്പ് പ്രദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി. വഞ്ചിക്കാരന്റെ കഴുക്കോൽ ഏതോ ഓട്ടുപാത്രത്തിൽ മുട്ടിയ ശബ്ദം കേട്ട് ദേവജ്ഞനായ ആ ബ്രാഹ്മണൻ ആ ഭാഗത്ത് മുങ്ങിത്തപ്പിയപ്പോൾ വാർപ്പോടുകൂടിയ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം അദ്ദേഹത്തിന് കിട്ടി. തനിക്ക് കിട്ടിയ ആ വാർപ്പ് ദൈവേച്ഛയനുസരിച്ച് അനുയോജ്യമായ സ്ഥലത്തെത്തട്ടെ എന്ന് വിചാരിച്ച് ആ ബ്രാഹ്മണൻ ഒഴുക്കിവിട്ടു. ജലത്തിലൂടെ ഭഗവത് വിഗ്രഹവും വഹിച്ച് ഒഴുകി നീങ്ങിയ വാർപ്പ് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറ് ഭാഗത്തുള്ള ആറിന്റെ തീരത്തടുത്തു. ആശ്ചര്യകരമായ ഈ കാഴ്ച കണ്ടുനിന്ന ആമ്പലാറ്റു പണിക്കർ എന്ന ഈഴവ പ്രമാണി തോട്ടിൽ നിറഞ്ഞു കിടന്ന ആമ്പലു മാറ്റി വാർപ്പിന് വഴിതെളിച്ചു. അന്നു മുതൽ ആ കുടുംബം ആമ്പലാറ്റു പണിക്കർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ടുകിട്ടിയ ആ സ്ഥലത്ത് ആ സമയം ശാസ്താവിനെ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ക്ഷേത്രം പണിതീർത്തിരുന്നു. ഈ സമയത്ത് ശ്രീകൃഷ്ണ വിഗ്രഹം ലഭിച്ചത് കണ്ട ഭക്തജനങ്ങൾ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിനെ കൊണ്ട് ശാസ്താവിനു വേണ്ടി പണിയിച്ച ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ കുടിയിരുത്തി. വാർപ്പിൽ കണ്ട ശ്രീകൃഷ്ണ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുക വഴി ഈ പ്രദേശം അന്നു മുതൽ തിരുവാർപ്പ് എന്നറിയപ്പെടുകയും ചെയ്തു. ഇവിടുത്തെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യമുള്ളത് ഇങ്ങനെയാണ്. വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദ ശിഷ്യനായ പത്മപാദർക്ക് വിഗ്രഹം ലഭിച്ചെന്നും അദ്ദേഹമാണ് ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത് എന്നുമാണ്. ക്ഷേത്ര ഐതിഹ്യത്തെപ്പറ്റിയുള്ള ഒരു പരാമർശത്തിൽ വിഗ്രഹം ചേർത്തലയിൽ നിന്ന് വന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്ക് ശേഷം ചേർത്തലക്കാർ വല്ലവരുമുണ്ടോ എന്ന് 3 തവണ വിളിച്ചു ചോദിക്കുമായിരുന്നത്രേ. ഈ ക്ഷേത്രത്തിലെത്തുന്ന ചേർത്തലക്കാർ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നായിരുന്നു നിയമം. ചേർത്തലക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ അവർക്ക് വയറു നിറയെ നിവേദ്യവും മറ്റും കൊടുത്തു വന്നിരുന്നു. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒരു അടിയന്തര ക്ഷേത്രമാണ്. ഒരു കാലത്തും ഇവിടുത്തെ പൂജാകാര്യങ്ങൾക്ക് സമയമാറ്റം അനുവദനീയമല്ല. എന്തൊക്കെ സംഭവിച്ചാലും പൂജാദികൾ ക്ലിപ്ത സമയത്ത് തന്നെ നടത്തിയിരിക്കണം എന്നതാണ് കർശന വ്യവസ്ഥ. തിരുവിതാംകൂറിലെ മുൻ മഹാരാജാക്കന്മാർ ഇവിടെ ക്ഷേത്ര ദർശനത്തിന് എത്തിയിട്ട് പോലും അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ചടങ്ങുകളിലോ പൂജാകാര്യങ്ങളിലോ മാറ്റം വരുത്തിയിട്ടില്ല. കംസനിഗ്രഹം കഴിഞ്ഞുവരുന്ന നല്ലപോലെ വിശപ്പുള്ള ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ പുലർച്ചെ 2 മണിക്കാണ് ഇവിടെ നട തുറക്കുന്നത്. ഭാരതത്തിൽ 2 മണിക്ക് നട തുറക്കുന്ന ഏക ക്ഷേത്രവും തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. പൂജാകാര്യങ്ങളിൽ സമയനിഷ്ഠ പാലിക്കാൻ ഇവിടുത്തെ പൂജാരിയുടെ കയ്യിൽ ഒരു കോടാലിയും ഏൽപ്പിക്കുമായിരുന്നു. നട തുറക്കാൻ താക്കോൽ നഷ്ടപ്പെട്ടാൽ കോടാലി കൊണ്ട് വാതിൽ വെട്ടിപ്പൊളിച്ച് നട തുറന്ന് നേദ്യം കഴിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഇടങ്ങഴി പായസം നെയ്യിൽ വരട്ടിയെടുത്തതാണ് ഇവിടുത്തെ നേദ്യം. 5 നാഴി അരി, 50 വലം ശർക്കര, 5 തുടം നെയ്യ്, 5 കദളിപ്പഴം, 5 വരണ്ട നാളികേരം എന്നിവ ചേർത്തുണ്ടാക്കുന്ന കൂട്ടുപായസമാണ് തിരുവാർപ്പിലെ ഉഷപായസം. അമ്പലപ്പുഴ പാൽപായസം പോലെ കേളി കേട്ടതാണ് തിരുവാർപ്പിലെ ഉഷനേദ്യം. ഏറെ വിശപ്പുള്ള ശ്രീകൃഷ്ണനായതിനാൽ അഭിഷേകം കഴിഞ്ഞാൽ തല മാത്രമേ തോർത്തുകയുള്ളൂ. ഉടനെ ഉഷനേദ്യം കഴിക്കും. ഉഷനേദ്യത്തിന് സമയം വൈകിയാൽ വിശപ്പ് മൂലം ഭഗവാന്റെ അരമണി കിങ്ങിണി ഊരിപ്പോകുമത്രേ. ഇവിടുത്തെ ഉഷനേദ്യം ഏറെ വിശേഷപ്പെട്ടതാണ്. പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ഇവിടെ 5 പൂജയാണുള്ളത്. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വില്ലുമംഗലത്ത് സ്വാമിയാരുടെ കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരിക്കൽ വേമ്പനാട്ട് കായലിൽ കൂടി സഞ്ചരിക്കുകയായിരുന്ന വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് വാർപ്പിലിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ടുകിട്ടി. ആ വിഗ്രഹം വാർപ്പിൽ ഉറച്ചുപോയ സ്ഥിതിയിലായിരുന്നു. ഉടൻ തന്നെ വില്ലുമംഗലം വാർപ്പോടുകൂടി വിഗ്രഹം ഇന്നത്തെ ക്ഷേത്രത്തിനടുത്തുള്ള സ്വാമിയാർ മഠത്തിലെത്തിക്കുകയും അവിടെ വച്ച് പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു. സ്വാമിയാർ മഠത്തിൽ നിന്നുള്ള അറിയിപ്പനുസരിച്ച് അടുത്ത ദിവസം നാടുവാഴിയായ തെക്കുംകൂർ തമ്പുരാൻ പരിവാര സമേതം അവിടെ എത്തുകയും വിഗ്രഹപ്രതിഷ്ഠയ്ക്കു വേണ്ടിയുള്ള ക്ഷേത്ര നിർമ്മാണത്തിനും പൂജാകാര്യങ്ങൾക്കും ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. ക്ഷേത്ര നിർമ്മാണത്തിനു ശേഷം വാർപ്പോടുകൂടി ഭഗവാനെ പ്രതിഷ്ഠിച്ചതിനാലാണത്രേ ഈ പ്രദേശത്തിന് തിരുവാർപ്പ് എന്ന സ്ഥലനാമം സിദ്ധിച്ചത് എന്നാണ് ഐതിഹ്യം. ഈ പ്രതിഷ്ഠ നടത്തിയത് വില്ലുമംഗലമായിരുന്നുവെങ്കിലും തന്ത്രിസ്ഥാനം വഹിച്ചത് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടാണെന്ന് വിശ്വസിക്കുന്നു. തിരുവാർപ്പ് ക്ഷേത്രത്തിൽ ഉത്സവം കണി കണ്ട് കൊടിയേറുകയാണ്. 5-ാം പുറപ്പാട് എന്നറിയപ്പെടുന്ന ചടങ്ങാണ് ഇവിടുത്തെ ഉത്സവത്തിൽ പ്രാധാന്യമുള്ളത്. മേടം 1 മുതൽ 10 ദിവസമാണ് ഉത്സവം. കൊടിയേറ്റത്തിന് ഇവിടെ ആനയോട്ടം നടക്കുന്നു. എന്നാൽ പള്ളിവേട്ട പേരിനു മാത്രമേ നടത്താറുള്ളൂ. 9-ാം ദിവസം അർദ്ധരാത്രി നായാട്ടിന് പുറപ്പെടുമ്പോൾ തെക്കു പടിഞ്ഞാറേ കോണിൽ വച്ച് അശുഭശംഖമൂലം ഗുരുവായ സാന്ദീപനി മഹർഷി തടയും. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് മടങ്ങി എഴുന്നള്ളും. ഇതും ക്ഷേത്രപൂജയിലെ സമയം മാറാതിരിക്കാനാണെന്ന് വിശ്വസിക്കുന്നു. വിളക്കെടുപ്പ് എന്ന ചടങ്ങും ഇവിടുത്തെ ഉത്സവത്തിൽ സവിശേഷമാണ്. സമയനിഷ്ഠ വളരെ നിർബന്ധമുള്ള ഇവിടെ അടിയന്തരങ്ങൾക്ക് ഉദയാൽപരം എന്ന കണക്കാണ്. ശ്രീകോവിലിന്റെ പിറകുവശത്തെ ഭിത്തിയിൽ സ്ഥാപിച്ച ആനയുടെ പ്രതിമയിൽ സൂര്യന്റെ നിഴൽ വീഴുന്നതിനെ ആധാരമാക്കിയാണ് സമയം നിശ്ചയിച്ചിരുന്നത്. ആനപ്രതിമയുടെ തലയ്ക്കു മുകളിൽ നിഴൽ വന്നാൽ പന്തീരടി പൂജ. കാക്ക നിലത്തിറങ്ങുന്നതിന് മുൻപ് ശ്രീബലി. ഈ ചടങ്ങുകൾ ഇന്നും പരിപാലിച്ചു വരികയാണ് ഇവിടെ. ക്ഷേത്ര മതിൽക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഉപദേവനായ ഭൂതനാഥന് ക്ഷേത്രത്തിൽ നടത്തുന്ന എല്ലാ നിത്യനിദാന ചടങ്ങുകളും നടത്താറുണ്ട്. ശ്രീകൃഷ്ണന് നടത്തുന്ന എല്ലാ വഴിപാടുകളും ഭൂതനാഥനും നടത്തുന്നു. ഭൂതനാഥനെ ക്ഷേത്രനാഥൻ എന്ന സങ്കല്പത്തിലാണ് ഇവിടെ പൂജിക്കുന്നത്. ഭൂതനാഥന് ഈ ക്ഷേത്രത്തിലുള്ള പ്രാധാന്യത്തിന്റെ പിറകിൽ ഒരു ഐതിഹ്യം പറയുന്നു.
പണ്ടുകാലത്ത് ഈ ക്ഷേത്രം ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നുവെന്നും ശങ്കരശിഷ്യനായ പത്മപാദരോ ശക്തിഭദ്രനോ വില്ലുമംഗലം സ്വാമിയാരോ ബൗദ്ധരെ വാദത്തിൽ തോൽപ്പിച്ച് ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചു എന്നും ഒരു വിശ്വാസമുണ്ട്. ബൗദ്ധരെ പരാജയപ്പെടുത്തിയതിനു ശേഷം അവരെ അവഗണിക്കാതെ ബൗദ്ധരാണെന്ന് കരുതുന്ന ഭൂതനാഥന് ക്ഷേത്രത്തിൽ സ്ഥാനവും കൊടുത്തു. അതാണത്രേ ക്ഷേത്രത്തിൽ ഭൂതനാഥന് വളരെയേറെ പ്രാധാന്യം കൈവരാൻ കാരണം. വളരെ ഐതിഹ്യങ്ങളാലും സവിശേഷമായ പൂജാവിധികളാലും ശ്രീകൃഷ്ണ പരമാത്മാവ് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് കുടികൊള്ളുകയാണ് തിരുവാർപ്പിൽ. ഗ്രാമത്തിന്റെ വിശുദ്ധിയിൽ ആ ഭഗവത് ചൈതന്യം നുകർന്ന് ഭക്തമനസ്സുകൾ നിതാന്തമായ അനുഭൂതിയിൽ അന്തർലീനമാവുകയാണ്.